മുരുകനെ പോற்றி, മഹാഗുരു അഗസ്ത്യരെ പോற்றி, ശിവനെ പോற்றி, ശക്തിയെ പോற்றி. പോற்றி എന്ന് വെച്ചാൽ ശരണം എന്നുള്ളതാണ്. ഇന്ന് പറയാൻ പോകുന്നത് ഒരു നിമിഷം കൊണ്ട് ജീവിതം തകരുന്ന ആളുകളുണ്ട്. ഇത് എങ്ങനെയാണെന്നറിയാമോ? ഒരു വണ്ടി അപകടം അല്ലെങ്കിൽ ഒരു അപകടപ്പെട്ട് ജീവിതത്തിലെ ഒരു ഒരു ജീവിതം മുഴുവൻ തളർന്നു കിടക്കുക, അല്ലെ ഒരു സുപ്രാതി ബിസിനസ് തകരുക, ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് ജീവിതം തകരുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ ജീവിതത്തിലെ വലിയ തകർച്ചകളെ ഒഴിവാക്കാനുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്. ഇത് പറയാൻ കാര്യം, ഇന്ന് രാവിലെ ഞാനൊരു വാർത്ത കേട്ട് ഞാൻ അവിടെ പോയില്ല, എനിക്ക് വിശദമായിട്ട് വിവരങ്ങൾ അറിയില്ല, പക്ഷെ ഞാൻ കേട്ടതാണ്. നമുക്കറിയാവുന്ന ഒരാളാണ് വാഹനാപകടത്തിൽ മരിച്ചത്. അപ്പോൾ അത് നാളെ അവിടെ പോകണം, പോയാലേ വിശദമായി അറിയത്തുള്ളൂ. ഇങ്ങനെ ആളുകൾ പറഞ്ഞു, വാഹനാപകടത്തിൽ ഞാൻ കേട്ടുള്ളൂ, എങ്ങനെയാണെന്ന് കേട്ടില്ല. പക്ഷേ ഈ അപകടം പല രീതിയിലുണ്ടാകാം. നമ്മളുടെ അശ്രദ്ധ കൊണ്ടും ഉണ്ടാകാം, നമ്മൾ ശ്രദ്ധിച്ചാൽ പോലും ഉണ്ടാകാം, പല രീതിയിൽ ഉണ്ടാകാം. എങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയത്തില്ല. ഞാൻ പൊതുവേ പറഞ്ഞതാണ്, നമ്മൾ ന്യൂസിലും വാർത്തയിലും ഒക്കെ കേൾക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഒരു കുടുംബത്തിലെ ഒരാൾ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് കൈയും കാലും ഒക്കെ തളർന്നു കിടക്കുന്നു. ഒരു കുടുംബമാണ് തകരുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധയായിരിക്കും, അല്ലെങ്കിൽ എതിരെ വരുന്നവർ അശ്രദ്ധയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിന് വളരെ വിഷമം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ നമുക്ക് ദൈവാധീനം പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന ചില അനുഭവമുള്ള നല്ല കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തവർ പല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുണ്ട്. അത് അവർ ശ്രദ്ധിക്കുന്നതുകൊണ്ടും പിന്നെ നമ്മുടെ ഒരു ദൈവാധീനം എന്നൊരു കാര്യമുണ്ട്. അത് ഒരു പ്രധാന ഘടകമാണ്. അത് അറിയാവുന്നവർക്കറിയാം. അതിനുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വലിയ തകർച്ച ഉണ്ടാകുന്നവരുണ്ട്, പെട്ടെന്ന് ജീവിതത്തിൽ ഒന്നും അല്ലാതാകുന്നവർ, എല്ലാം നഷ്ടപ്പെടുന്നവരുണ്ട്. എനിക്ക് ഒരാളെ ഞാൻ ഓർമ്മ വരുന്നു. 15 അരേക്കർ സ്ഥലവും വീടും എല്ലാം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒന്നുമല്ല, പുള്ളിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പുള്ളി ഇപ്പം ഈ വീടുകളിലുമൊക്കെ വാടകയ്ക്ക് താമസിച്ച് ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടാനും അധികം സമയം വേണ്ട. അങ്ങനെയുള്ള ജീവിതത്തിലെ വലിയ തകർച്ചകളെ, നഷ്ടങ്ങളെ, ഇതുപോലെയുള്ള അത്യാപത്തുകൾ, ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു മൂകാംബികയുടെ രഹസ്യ മന്ത്രമാണിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്, മൂകാംബിക ദേവിയുടെ. അപ്പം പിന്നെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾക്ക് ലളിതമായിട്ട് ചെയ്യാവുന്ന ചില വിദ്യകളും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നല്ല, ഏതൊരാളുടെയും ജീവിതത്തിൽ പ്രയോജനപ്പെടും. നമുക്ക് ഈ അത്യാപത്തുകളെ ഒക്കെ തടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പരിധി വരെ. പിന്നെ ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്, വിധി ആണ്. നമുക്കൊരു പരിധി വരെ നമുക്ക് ഒരു ദൈവാധീനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിനെയൊക്കെ അതിജീവിക്കാൻ ഒരു പരിധി വരെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം. അങ്ങനെ പല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. അതെല്ലാവർക്കും പ്രയോജനം ചെയ്യും. ഈ വീഡിയോ എല്ലാവരും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടിയല്ല, ഒരു കുടുംബത്തിലും ആരും അനാഥരാകരുത്, ഒരു കുടുംബവും പെട്ടെന്ന് തകരുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാഗ്രഹം ഉള്ളതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പല വീഡിയോകളുണ്ട്, അതല്ല, ഈ വീഡിയോ കൂടുതൽ ആളുകൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബാക്കിയെല്ലാം പരമേശ്വരനെ സമർപ്പിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരിക. ഇതെല്ലാവർക്കും, കാണുന്നവർക്കെല്ലാം പ്രയോജനപ്പെടും, അതിൻ്റെ അകത്ത് എനിക്ക് സംശയമൊന്നുമില്ല. ആ പരമേശ്വരൻ്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, മഹാഗുരു അഗസ്ത്യരുടെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട്, ആദിപരാശക്തിയുടെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു തരികയാണ്. ഇതൊന്നും എൻ്റെ അറിവോ ഒന്നുമല്ല, ഈശ്വരൻ കാണിച്ചു തരുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇന്ന് എനിക്ക് കുറേ മുരുകൻ്റെ രഹസ്യമായ ചില മന്ത്രങ്ങൾ കിട്ടി. അത് കുറച്ച് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. കാരണം ആ ഒരു അവധൂത വഴിയിലുള്ള സഞ്ചാരത്തിനുള്ള ചില ആത്മീയമായതാണ്. പിന്നെ നിങ്ങൾക്ക് പറ്റിയ ചില ലൗകികമായ സമ്പത്തിനൊക്കെ ചില മന്ത്രങ്ങളും ഉണ്ട്. അതൊക്കെ വഴിയെ പല വീഡിയോകളിലായിട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നു. എല്ലാത്തിനും പരമേശ്വരന് നന്ദി. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോ എന്നേക്കുമായി നിങ്ങൾ ഈ വീഡിയോ ഒക്കെ എഴുതി സൂക്ഷിക്കണം ഒരു ബുക്കിൽ. ഇത് നിങ്ങളുടെ കുടുംബത്തിൽ സൂക്ഷിച്ചാൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ കുടുംബത്തിലെ അത്യാപത്തുകൾ, വലിയ തകർച്ചകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത് എല്ലാം നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങളെല്ലാം പരമേശ്വരനും പരമേശ്വരിയും അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള മഹാഗുരുവായ അഗസ്തീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം നർപ്പവി നർപ്പവി എന്ന് വെച്ചാൽ നല്ലത് ഭവിക്കട്ടെ എന്നതിൻ്റെ അർത്ഥം. ഒരു സിദ്ധ മന്ത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ. പിന്നെ നിങ്ങൾ വണ്ടിയെ കയറുമ്പോൾ ജപിക്കേണ്ട മന്ത്രവും എല്ലാം ഞാൻ പറഞ്ഞുതരാം.
നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഗുണം ചെയ്യും. ഒരുപാട് ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെ. അപ്പോൾ നിങ്ങളെ എല്ലാ ഈശ്വരനും അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അറ്റേ മൂലം കണ്ടിട്ട് ഒരു കാര്യം ചെയ്യരുത് കേട്ടോ. എൻ്റെ എന്നല്ല, ആരുടെ വീഡിയോ ആണ്. നമ്മളൊരു കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക, അതാണ് അതിൻ്റെ ശരി. മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുമുമ്പ് ഒരു കാര്യം പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ. അത് ആദ്യം അത് പറയും, പിന്നെ അത് കേട്ടിട്ട് ക്ഷേത്രത്തിലൊക്കെ ചെയ്യാവുന്ന ലളിതമായ വഴിപാടേ പറയത്തുള്ളൂ. ആവശ്യമുള്ളവർ ചെയ്യുക. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും, ചിലർക്ക് നേരത്തെ ഫലം കിട്ടും, ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും, പിന്നെ അതിലൂടെ പ്രയത്നിക്കേണ്ടി വരും. ഇതൊക്കെ ആവശ്യമുണ്ട്. എല്ലാം കേട്ടിട്ട് ചെയ്യുന്നവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ടെന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഇതാണ്. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരത്തില്ല. കാരണം ഞാൻ ഫ്രീ ആകാറേ ഇല്ല, അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ, സത്യമായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇതാണ് സാഹചര്യം. ഇനിയും അതുകൊണ്ട് വാട്സപ്പ് ഇടാൻ പറഞ്ഞു. കുറച്ച് ഈ മുൻഗണനാക്രമത്തിൽ ഡേറ്റ് ഇട്ട് വിടത്തേ ഉള്ളൂ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ, ശിവോഹം, ശിവശിവ. ഇതെല്ലാം ദൈവികമായ അറിവുകളാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേറെ, ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറെ എങ്ങൊന്നും കിട്ടത്തില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണ. ഇതെല്ലാം ശിവൻ്റെ വഴിയാണ്. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ഇനിയും പറയാൻ പോകുന്നത് മൂകാംബിക ദേവിയുടെ നിങ്ങളെ സർവ്വ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു രഹസ്യ മന്ത്രമാണ്. ഇത് കാണാൻ പഠിച്ചുകൊള്ളുക. ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. ഇത് ജപിക്കേണ്ട രീതിയും കൂടെ പറഞ്ഞു തരാം. എല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. മന്ത്രം ഇതാണ്: ഓം ഹ്രീം. ഹ്രീം എന്ന് പറഞ്ഞാൽ കായല്ല കേട്ടോ, കായാണ് എടുത്തു പറയും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ മന്ത്രം പറഞ്ഞുതരാം. ഓം ഹ്രീം ഹ്രീം ഐം ഹ്രീം ദേവി മൂകാംബികേ രക്ഷ രക്ഷ കുരു കുരു ശ്രീം നമഃ. കുരു എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വീഡിയോയുടെ താഴെ ഞാൻ എഴുതിയിടാം ഈ മന്ത്രം. ഇത് നോക്കിയിട്ട് നിങ്ങൾ ജപിക്കുക. ഇത് രാവിലെ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ ചെയ്ത് കഴിഞ്ഞോ ചെയ്യുന്നതിന് മുമ്പോ ഒക്കെ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ കസേര ഇരുന്ന് കിഴക്കോട്ടിരുന്ന് ഈ മന്ത്രം ഒരു 3 ഉരു വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വാഗൊണ്ട് ഉച്ചരിച്ചിട്ട് നിങ്ങളുടെ നെറ്റിയുടെ മധ്യത്തിലൊരു വെള്ളപ്രകാശം, അത് മൂകാംബിക ദേവിയാണെന്ന് ഉറപ്പിച്ച് വാഗൊണ്ട് ഇത് 3 തവണ ജപിക്കണം. എന്നിട്ട് മനസ്സിൽ 3 തവണ ജപിക്കണം. മനസ്സിൽ ജപിക്കുമ്പോൾ കണ്ണടച്ച് ജപിക്കുക. ഇങ്ങനെ 6 തവണ ജപിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ നെറ്റിയുടെ മധ്യത്തിലൊരു വെള്ള പൊട്ട് പോലെ പ്രകാശം സങ്കല്പിച്ച് അത് മൂകാംബിക ദേവിയാണെന്ന് ഉറപ്പിച്ച് കണ്ണ് തുറന്ന് വാഗൊണ്ട് ആദ്യം 3 തവണ ജപിക്കുക ഈ മന്ത്രം. പിന്നെ കണ്ണടച്ച് ഈ നെറ്റിയുടെ മധ്യത്തിലെ വെള്ളപ്രകാശം മൂകാംബിക ദേവിയാണെന്ന് ഉറപ്പിച്ച് മനസ്സിൽ 3 തവണ ജപിച്ചിട്ട് മൂകാംബിക ദേവിയോട് എനിക്ക് രക്ഷ നൽകണേ, എനിക്ക് സമ്പത്ത് നൽകണേ, ഈ 2 കാര്യം പറഞ്ഞാൽ മതി. നമുക്കതാ വേണ്ടത്, രക്ഷയും നമ്മുടെ സംരക്ഷണവും സമ്പത്തും. ഇതുണ്ടേ രക്ഷപ്പെട്ടു. നമുക്ക് സമ്പത്തുണ്ടെങ്കിലും സംരക്ഷണമില്ലേ പോയി. നമ്മുടെ ജീവൻ പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതായത് നമുക്കൊരാപത്ത് സംഭവിച്ച് സംരക്ഷണവും വേണം, സമ്പത്തും വേണം. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനിയും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പലരും ധരിച്ചിരിക്കുന്നത് കലാകാരന്മാർക്ക് മാത്രമാണ്. ഒരിക്കലുമല്ല. വലിയ സമ്പന്നർ പലരും മൂകാംബിക ദേവിയുടെ അനുഗ്രഹമുള്ളവരാണ്. അത് എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്, അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. വലിയ സമ്പത്തിലേക്ക്, വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ് വലിയ സമ്പത്തിലേക്ക് പോയി രക്ഷപ്പെട്ടവർ പലരും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. കലാകാരന്മാർക്ക് മാത്രമല്ല, ഏതൊരാൾക്കും വലിയ സാമ്പത്തികം ഉണ്ടാകാനും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം വളരെ നല്ലതാണ്. മാത്രമല്ല, നമുക്ക് രക്ഷയും നൽകാൻ അമ്മ പ്രകൃതിയാണ്. കേട്ടുകൊള്ളുക അമ്മയുടെ രഹസ്യം. മൂകാംബിക പോയവർക്ക് അറിയാം, അല്ലെ മൂകാംബിക നമ്മൾ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ കണ്ടവർക്കറിയാം. പ്രകൃതിയാണ്, ദേവിയാണ്. പ്രകൃതി നിറഞ്ഞിരിക്കുന്ന ദേവിയാണ്, ഭയങ്കര ശക്തിയാണ്. അപ്പം നമുക്ക് ആ ശക്തി, അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും കൂടെ വേണം. അപ്പോൾ ഈ മന്ത്രം നിങ്ങൾ നിത്യേന ജപിച്ചോളുക രാവിലെ. ഇത് നിങ്ങൾക്ക് രക്ഷയും നൽകും, വലിയ സമ്പത്തും നൽകും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു നിധിയാണ്. ഞാനീ പറഞ്ഞു തരുന്ന വലിയൊരു നിധിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമായി കിട്ടുന്നത്. ഇത് അറിയുന്ന ഒരു ഭാഗ്യവാന്മാർ. ഇത് നിങ്ങൾ എഴുതി വെച്ചോണം. ചിലപ്പോൾ നാളെയൊക്കെ യൂട്യൂബിൽ ഈ വീഡിയോ ഒക്കെ കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളിത് ബുക്കിലൊക്കെ നാളെയിലേക്ക് മാറ്റി വെക്കുക, മൊബൈലിൽ സേവ് ചെയ്യുക മാത്രം ചെയ്യരുത്. പലരും ചെയ്യുന്ന വീഡിയോ മൊബൈലിൽ വാട്സപ്പിൽ സേവ് ചെയ്ത് വെക്കും, പിന്നെ എഴുതിയെടുക്കാമെന്ന്.
പക്ഷെ ചിലപ്പോൾ മറന്നുപോകും. അങ്ങനെ ആകരുത്. നമ്മളത് കൃത്യമായിട്ടത് ബുക്കിൽ പകർത്താൻ ആവശ്യമുള്ളവരെ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അത്ഭുതകരമായ മന്ത്രമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ഇനിയും ഈ ആപത്തുകളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള മറ്റു ചില കാര്യങ്ങളൂടെ പറഞ്ഞുതരാം. അതായത് ഈ പക്കനാളിന് നിങ്ങളുടെ ജനിച്ച നക്ഷത്രം മാസത്തിൽ വരുമല്ലോ, അന്ന് ശിവന് കരിക്കഭിഷേകം, ജലധാര, മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലാർച്ചന, ഒരു കൂട് ഭസ്മം, ഇത്രയും രാവിലെ ഒരു 6-നും 7-നും ഇടയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത്യാപത്തുകൾ ഒഴിവാകും. സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. അത്യാപത്തുകൾ ഒഴിവാകും എന്നുള്ളതാണ്. ഇത് വിശ്വാസത്തോടു കൂടി മനസ്സുകൊണ്ട് ഭഗവാനെ എനിക്ക് അവിടുത്തെ സംരക്ഷണം ഉണ്ടാകണേ, അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. പക്കനാൾ തോറും നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഓരോന്ന് പക്കനാൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, കഴിവതും ആവർത്തിക്കാൻ ശ്രമിക്കുക. അല്ലെ ഇപ്പോൾ ഒരു പക്കനാൾ ചെയ്തു, അടുത്ത പക്കനാളിൽ ചെയ്യാൻ പറ്റിയില്ല, കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ അടുത്ത പക്കനാളിൽ ചെയ്താൽ മതി. പിന്നെ സാധിക്കുന്ന പോലെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ കഴിവതും ആവർത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് നിങ്ങളുടെ ജീവിതത്തിലൊരു സംരക്ഷണവും അനുഗ്രഹവുമാണ്. കാരണം ദേവാദിദേവൻ മഹാദേവൻ്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ അത് സർവ്വ ആപത്തുകളെയും തടുക്കുമെന്നുള്ളതാണ്, തടയുമെന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അത് ഒരു കാര്യം. ഇനിയും അടുത്ത കാര്യം, ഈ വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നവർ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ശ്രീരാമ ജയരാമ ജയ ജയരാമ 3 തവണ, ഓം നമോ നാരായണായ 3 തവണ, വേൽ വേൽ വെട്രി വേൽ എന്നെ സുറ്റി കാക്കും സുബ്രഹ്മണ്യവേൽ. സുറ്റി എന്ന് വെച്ചാൽ ചുറ്റി, ചൂ അല്ല സൂ ആണ് നമ്മളിവിടെ ഉച്ചരിക്കുന്നത്. വേൽ വേൽ സുബ്രഹ്മണ്യവേൽ എന്നെ സുറ്റി കാക്കും, വേൽ വേൽ വെട്രി വേൽ എന്ന, വെട്രി എന്ന് വെച്ചാൽ വിജയം. ഒന്നുകൂടെ ജപിക്കാം. വേൽ വേൽ വെട്രി വേൽ എന്നെ സുറ്റി കാക്കും സുബ്രഹ്മണ്യവേൽ. ഈ മന്ത്രത്തിനും അത്ഭുതമായ ശക്തിയുണ്ട്. അപ്പം 3 മന്ത്രങ്ങളാണ്. ശ്രീരാമ ജയരാമ ജയ ജയരാമ 3 തവണ, അല്ലെ 1 തവണ. 3 തവണയാണ് എഫക്റ്റീവ്. ഓം നമോ നാരായണായ 3 തവണ, അല്ലെ 1 തവണയെങ്കിലും. ഇത് വാഗോണ്ട് തന്നെ ജപിക്കണം. വേൽ വേൽ വെട്രി വേൽ എന്നെ സുറ്റി കാക്കും സുബ്രഹ്മണ്യവേൽ. 1 തവണയോ 3 തവണയോ ഇതെല്ലാം നിങ്ങൾക്ക് ജപിച്ചിട്ട് വണ്ടി ഓടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജപിക്കണം. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ജപിക്കണം. വണ്ടിയെ കയറുമ്പോഴും ജപിക്കണം, ഇറങ്ങുമ്പോഴും ജപിക്കണം. സ്വന്തമായിട്ട് വണ്ടി ഉപയോഗിക്കുന്നവർ നല്ലതാണ്. ഇനി അതല്ലേ തന്നെ നമ്മളൊരു വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഇത് ജപിക്കാൻ നമ്മൾക്കും ആ വണ്ടിയുടെ സുരക്ഷിതത്വത്തിന് നല്ലതാണ്. പ്രാർത്ഥനാ ഭാഗമായിട്ടുള്ള കാര്യം പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. പിന്നെ നിങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും ഓം വിനായകായ നമ, വിനായക എന്നെ സംരക്ഷിക്കണേ, അനുഗ്രഹിക്കണേ, സഹായിക്കണേ, ഈ 3 വാചകം പറഞ്ഞാൽ നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും ആപത്തുകളും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അതെന്താണ് അതിൻ്റെ പറയാനുള്ള രഹസ്യം? ഓം വിനായകായ നമ, വിനായകരെ എന്നെ സംരക്ഷിക്കണേ, എന്നെ സഹായിക്കണേ, എന്നെ അവിടുത്തെ സഹായം എപ്പോഴും ഉണ്ടാകണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അഗസ്ത്യരുടെ മെയ് ജ്ഞാനം എന്ന ഒരു ഗ്രന്ഥത്തിൽ വിനായകൻ്റെ ഗണപതിയെ വിളിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗണപതിയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയ അനിവാര്യമായ ഒരു കാര്യമാണ്. നമ്മുടെ മൂലാധാരത്തിലാണ് വിനായകൻ കുടികൊള്ളുന്നത്. അപ്പം നമ്മളുടെ മൂലാധാരത്തിലാണ് നമ്മുടെ ആന്തരികമായ ശക്തിയുടെ പ്രധാന ഉറവിടം മൂലാധാരം തന്നെയാണ്. മൂലാധാരത്തിൽ നിന്നാണ് ആ കുണ്ടലിനെ ഉണർന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് യാത്ര ചെയ്യുന്നത്, പതിയായ ശിവനിലേക്ക്, സഹസ്രാരത്തിലുള്ള ആ മൂലാധാരത്തിൽ ഗണപതിയെ വിനായകൻ എന്ന് വിളിച്ച് വണങ്ങിയാൽ നിങ്ങൾക്ക് സംരക്ഷണവും ലഭിക്കും, അനുഗ്രഹവും ലഭിക്കും, നിങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും. ഇത് ഒരു കാര്യം. ഇതെല്ലാം നിങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ്. ഇത് രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കുളിമുറി എന്നുകൊണ്ട് കയ്യും കാലും മുഖം വസ്ത്രം എടുത്തുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കയ്യും കാലും മുഖം നനച്ചിട്ട് ഈ ഒരു മന്ത്രം ജപിക്കുക. അത് സംരക്ഷണം നൽകും. അപ്പോൾ ഈ കുളിമുറിയിലോട്ട് കയറുമ്പോൾ ഇടതുകാലം വെച്ച് കയറണം, ഇറങ്ങുമ്പോൾ വലതുകാലം വെച്ച് ഇറങ്ങണം. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. അത് കുളിമുറി ആയിക്കോട്ടെ, ടോയ്ലറ്റ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും ഇടതുകാലം വെച്ച് കയറണം, വലതുകാലം വെച്ച് ഇറങ്ങണം. അതെല്ലാവർക്കും അറിയാം, വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല, ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം കുളിമുറിയിൽ ഇതുപോലെ ഇടതുകാലം വെച്ച് കയറുക, കുളി കഴിഞ്ഞ് തല തോർത്തി വസ്ത്രം എടുത്തുകൊണ്ട് തല തോർത്തി കഴിഞ്ഞ് ഒന്നുകൂടെ കയ്യും കാലും മുഖം നനച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടതു നെഞ്ചിൽ തൊട്ടിട്ട് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഈ മന്ത്രം 3 തവണ വാഗുകൊണ്ട് ഉച്ചരിച്ചിട്ട് കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ഹൃദയത്തിൽ സങ്കല്പിച്ച് കണ്ണ് തുറന്നുകൊണ്ട് തന്നെ, കണ്ണടഞ്ഞുകൊണ്ട് ചെയ്യാൻ അത് കുഴപ്പമൊന്നുമില്ല. അമ്മേ എനിക്ക് സംരക്ഷണം നൽകണേ, എന്നെ സഹായിക്കണേ,
അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അത്യാപത്തുകൾ മാറി നിൽക്കും. നിങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങളുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും. പറഞ്ഞ് മനസ്സിലായില്ലേ? ഞാനിത് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയെ ആശ്രയിച്ചായിരിക്കും ഒരു കുടുംബം ജീവിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബം അനാഥമാകരുത്. ആ ഒരു പ്രാർത്ഥനയിലാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? പെട്ടെന്ന് ഇപ്പം ഓരോരോ ആക്സിഡൻറ്റുകളൊക്കെ നമ്മൾ ടി വിയിലും ന്യൂസിലും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പം ഒരു കുടുംബത്തിൻ്റെ കൂടെ ഒരു ആശ്രയം ഇല്ലാതാകുന്നു. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥനയിലായി പറഞ്ഞു തരുന്നത്. ഇതൊക്കെ ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ്. വലിയ വിലയുണ്ട്. ഇത് ഞാനീ പറയുന്നുണ്ടെങ്കിൽ ഈശ്വര നിശ്ചയമാണ്. അതായത് നമുക്കിത് പറയാൻ തോന്നുന്നതൊക്കെ, അല്ലെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം. പക്ഷെ അതല്ല, ഒരു ജീവിതം രക്ഷപ്പെടുന്ന കാര്യം, ഒരു ജീവിതം സംരക്ഷിക്കപ്പെടുന്ന കാര്യം, ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യം, അത് പറയാൻ പറ്റുന്നത് ദൈവികമാണ്. ഇതൊന്നും ഞാൻ പറയുന്ന ഞാനൊരു നിമിത്തമെന്നേ ഉള്ളൂ. അത് ഈശ്വരഹിതമായ കാര്യങ്ങളാണ്, ഈശ്വരീയമായ ഈ കാര്യങ്ങളല്ല. എത്രയോ ആളുകളുടെ പ്രാർത്ഥനയായിരിക്കും ഇങ്ങനെയുള്ള അറിവുകൾ കിട്ടുന്നുണ്ടെങ്കിൽ, അത് കാണുന്നുണ്ടെങ്കിൽ. നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥന കൊണ്ട് ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനും സാധിക്കുന്നതും. ഇതൊന്നും എൻ്റെ അറിവുകളല്ല, എല്ലാം ഈശ്വരൻ തരുന്ന ജ്ഞാനങ്ങളാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു രഹസ്യവിദ്യ പറഞ്ഞുതരാം, ആപത്തുകളെ തടുക്കാനുള്ള. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ജസ്റ്റ് എന്നുവെച്ചാൽ റോഡിൻ്റെ നടുക്ക് നിന്നോ ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ വണ്ടി ഇരുന്നുകൊണ്ടൊന്നും ചെയ്യരുത്. വെറുതെ എവിടെയെങ്കിലും ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുമ്പോൾ ജസ്റ്റ് ആകാശത്തേക്കൊന്ന് നോക്കി ഒരു ചിന്തയില്ലാതെ ആ ആകാശത്തിലെ ശൂന്യതയെ നോക്കി ഗുരുചരണം ശരണം എന്ന് നിങ്ങൾ പതുക്കെ ഈ കൈകൾ തന്നെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് പറയുക, ഗുരുചരണം ശരണം. ഇനി കൈകൾ ഇങ്ങനെ വെക്കാൻ പറ്റാത്തൊരു സാഹചര്യം അടുത്തൊക്കെ ആളുകളുണ്ടെങ്കിൽ കൈകൾ അങ്ങനെ വെക്കേണ്ട. കൈകൾ സാധാരണ പോലെ താത്തിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞാലും മതി, വാഗുണ്ട് നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ ഗുരുചരണം ശരണം. തീർച്ചയായിട്ടും ഗുരുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും. ഗുരു എന്ന് വെച്ചാൽ ഈശ്വരനാണ്. എങ്ങനെയുള്ള ഗുരു? ഈ പ്രപഞ്ചത്തിൽ ഊർജ രൂപത്തിൽ, ചൈതന്യ രൂപത്തിൽ വിശുദ്ധന്മാരായ ഈശ്വരന്മാരായി തീർന്ന നിരവധി ഗുരുക്കന്മാരുണ്ട്. അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. ഏത് ആപത്തിൽ നിന്നും അത് നമ്മളെ സംരക്ഷിക്കും. ഇത് നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി, കൈകൾ ഉയർത്തണമെന്നില്ല. ചിലപ്പോൾ അടുത്തൊക്കെ ആളുകൾ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. നമ്മളിങ്ങനെ വെറുതെ നോക്കി പറഞ്ഞാലും മതി, വാഗുണ്ട് ഗുരുചരണം ശരണം. വേറൊരു ചിന്തയില്ലാതെ ആ ശൂന്യത, ആകാശത്തെ ശൂന്യത ഗുരു നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഇതൊരു രഹസ്യവിദ്യയാണ്. അതായത് ഇങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഗുരു എങ്ങനെയുള്ള ഗുരുവായിരിക്കുമെന്നറിയാമോ? നമ്മളിങ്ങനെ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന പ്രപഞ്ചത്തിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് ഗുരുവിൻ്റെ അനുഗ്രഹമാണോ വേണ്ടത് ആ ഗുരുവായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. പ്രപഞ്ചത്തിനൊരു സത്യമുണ്ട്. നമ്മൾ പലപ്പോഴും ഭൂമിയിൽ പല ഗുരുക്കന്മാരെ അന്വേഷിച്ച് നടക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ചേരുന്നതായിരിക്കത്തില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ഗുരുവിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് വേണ്ട, അല്ലെ നമുക്ക് പറ്റിയ, അല്ലെ നമ്മളുടെ കർമ്മത്തിനനുസരിച്ച് നമുക്ക് അനുഗ്രഹം തരാൻ പറ്റിയ ഗുരുവായിരിക്കും. അതാണ് സത്യമുള്ളത്. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. അല്ലാതെ നിങ്ങളിപ്പോൾ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചൈതന്യമായ, ഊർജ്ജമായ, ഈശ്വരനായി തീർന്ന ഗുരുക്കന്മാരെ, പ്രപഞ്ചത്തിലുള്ള ഗുരുക്കന്മാരോടുള്ള പ്രാർത്ഥനയത്. നിങ്ങൾ ഒരു ഗുരുവിനെ മനസ്സിൽ ചിന്തിക്കണമെന്നില്ല. ആ ശൂന്യതയെ ചിന്തിച്ച് ഗുരുചരണം ശരണമെന്ന് പറഞ്ഞാൽ മതി. ഇതാണ് രഹസ്യവിദ്യ. ഏതാപത്തുകളെയും തടുക്കും. ഏതാപത്തുകളെ നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഇതെല്ലാം ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ്. എത്രയോ ആളുകളുടെ ജീവിതത്തിലേക്ക് എത്രയോ അനുഗ്രഹങ്ങൾ നൽകുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അല്ലാതെ കുറേ കഥ കേട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. പക്ഷെ കഥ കേൾക്കുന്നത് നല്ലതാണ്, ഗുണപാഠമുള്ളത് നല്ലത് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ജീവിതം മാറുമെന്ന് വിചാരിക്കരുത്. നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, സം ടെക്നിക്സ്, ചില പ്രവർത്തികൾ. ഇപ്പോൾ ഈ അഗസ്ത്യരും ഒക്കെ അവർ ഈശ്വരന്മാരായി തീർന്നത് എങ്ങനെയാണ്? ഒരു പ്രാണായാമത്തിൽ ചില ടെക്നിക്സ്, അപ്ലൈ സം ടെക്നിക്സ്. അല്ലാതെ കഥകൾ കേട്ടുകൊണ്ടോ ഒന്നും ആരും മാറത്തില്ല. നല്ലതാണ്, സന്ദേശങ്ങൾ മനസ്സിലാക്കുന്നതല്ല, അതിനപ്പുറത്ത് വലിയ കാര്യമൊന്നും അതിനില്ല. പക്ഷെ നല്ലത് തന്നെയാണ്. അത് മോശമാണെന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്ക് നല്ലൊരു വലിയ മാറ്റത്തിലേക്ക് വരണമെങ്കിൽ സം ടെക്നിക്സ് അപ്ലൈ. ടെക്നിക്സുകൾ, പ്രവൃത്തികൾ ചെയ്യുമ്പോഴേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഞാൻ പറഞ്ഞു തരുന്നതെല്ലാം വിദ്യകളാണ് പറഞ്ഞു തരുന്നത്. അത് സം ടെക്നിക്സ് ആണ്, ചില വിദ്യകളാണ്. ആ ഒരു
ഓരോ വിദ്യകൾക്ക് നമ്മുടെ ആധുനിക ഭാഷയിൽ ടെക്നിക്സ് എന്ന് പറയുന്നതേ ഉള്ളൂ. ശരിക്കും ടെക്നിക്സ് എന്നല്ല അത് പറയേണ്ടത്. പവിത്രമായ, ദിവ്യമായ, രഹസ്യമായ, ഈശ്വരീയമായ അറിവുകളാണ്, വിദ്യകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ പറ്റും. ഇത് എങ്ങൂന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല, ഞാനീ പറയുന്നതായിരുന്നു ജ്ഞാനം. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ തുടക്കം തന്നെ ഞാൻ പറഞ്ഞു മഹാഗുരു അഗസ്ത്യരെ പോട്രി. കാരണം ആ അഗസ്ത്യരുടെയൊക്കെ ഒരു കരുണയാണ് നമുക്കിത് പറഞ്ഞുതരാൻ പറ്റുന്നത്. എൻ്റെ അറിവൊന്നുമല്ല, അവർ മനസ്സിൽ തരുന്ന കാര്യം ഞാൻ പറഞ്ഞു തരുന്നു. ശിവനെ പോട്രി, ശിവനെ ശരണം. ശക്തിയെ പോട്രി, ശക്തിയെ ശരണം. അവരുടെയൊക്കെ അനുഗ്രഹം മാത്രമാണ്, ആ ഈശ്വരൻ്റെ അനുഗ്രഹം കൂടെ ഇതൊക്കെ പറഞ്ഞുതരാൻ പറ്റുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെല്ലാം പ്രയോജനപ്പെടട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി ഒരുപാട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കട്ടെ. ജീവിച്ചിരിക്കാവുന്ന അത്രയും പെട്ടെന്നുള്ള ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് തകരുന്ന ജീവിതങ്ങൾ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ പരമേശ്വരനോട്. പിന്നെ നിങ്ങൾ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ ഈ ഒരു മന്ത്രം ജപിക്കുക. ഓം നർപ്പവി നർപ്പവി നർപ്പവി. നർപ്പവി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നല്ലത് ഫലിക്കട്ടെ, നല്ലത് സംഭവിക്കട്ടെ എന്നാണ്. പക്ഷേ ഈ മന്ത്രത്തിനൊരു ശക്തിയുണ്ട്. ഇത് സിദ്ധമന്ത്രമാണ്. മഹാഗുരു കാകാപുശുണ്ടറിൻ്റെ മന്ത്രമാണ്. ഓം നർപ്പവി 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 ഇങ്ങനെ ജപിക്കണം. ഇതിങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജപിക്കുക. നമ്മുടെ ജീവിതത്തിൽ നല്ലതേ വരും, ആപത്തുകളും എല്ലാം ഒഴിഞ്ഞു പോകും. അതിന് ശക്തിയുണ്ട് ഈ മന്ത്രത്തിന്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ, ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. അവരെന്നെ കാണുമ്പോഴും എപ്പോഴും ഓ നർപ്പവി എന്ന് ഇങ്ങോട്ട് പറയും. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും അത് പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു സിനിമയ്ക്കകത്തുണ്ടല്ലോ, ഒരു ഗുരുവിനെ കുറിച്ചുള്ളൊരു സിനിമയ്ക്കകത്തുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരു ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നായകൻ ഒരുപാട് ആളുകൾക്ക് ആ അന്ധതയുടെ ലോകത്തു നിന്നും ജ്ഞാനം നൽകുന്നു. ലാസ്റ്റ് പലരും അത് അവസാനം പലരും അതിന് വിട്ടു നിന്നവർ പോലും അവസാനം ആ ജ്ഞാനത്തിലേക്ക് വരുന്നു. അതുപോലെ നിങ്ങൾ ഇതുപോലെയുള്ള ദിവ്യമായ ജ്ഞാനങ്ങൾ അറിയാത്തവർ പോലും നാളെ ഇതിലേക്ക് അറിയുമെന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ദിവ്യമായ ജ്ഞാനമായത്. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ആയിരക്കണക്കിന് നൂറ്റാണ്ടുകൾ മുമ്പുള്ള രഹസ്യമായ ആ ഗുരുക്കന്മാരുടെ ജ്ഞാനമാണിത്. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ശിവനോളം തന്നെ പഴക്കമുള്ള അറിവാണ് ഈ പറഞ്ഞു തരുന്നത്. ശിവൻ്റെ പഴക്കമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അനാദിയ ഭഗവാൻ. അത് പഴക്കം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അനാദിയ ഭഗവാൻ. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഇല്ല. ശിവൻ്റെ ആദ്യം എന്തോ ഇല്ല. ആ ശിവനോളം തന്നെ ഈ സിദ്ധമന്ത്രങ്ങൾക്കും ഇപ്പം ഈ പറഞ്ഞ മന്ത്രങ്ങളും അനാദിയാണ്. കാകാപുശുണ്ടറിൻ്റെ മന്ത്രമാണ്. കാകാപുശുണ്ടർ എന്ന് പറഞ്ഞാൽ സിദ്ധന്മാരുടെ സിദ്ധനാണ്. അപ്പോൾ ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഇതും നിങ്ങൾ വണ്ടിയെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഈ മന്ത്രവും കൂടെ ആ മറ്റു 3 മന്ത്രങ്ങൾ പറഞ്ഞാന്നല്ലോ. ശ്രീരാമ ജയരാമ ജയ ജയരാമ, ഓം നമോ നാരായണായ, വേൽ വേൽ വെട്രി വേൽ, എന്നെ സുറ്റിക്കാക്ക് സുബ്രഹ്മണ്യ വേൽ, ഓം നർപ്പവി നർപ്പവി ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ അതല്ല, ഏതൊരു കാര്യത്തിന് പോകുന്നതിന് മുമ്പും ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ ഒരു തവണ ഓം നർപ്പവി 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 എന്ന് ജപിച്ചാൽ, ഇതിങ്ങനെ ദിവസം പലതവണ ജപിച്ചാൽ, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജപിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നല്ലത് മാത്രമായിരിക്കും, ആപത്തുകളെ തടയും. ഈ സിദ്ധമന്ത്രമാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം സിമ്പിളാണെങ്കിലും സിദ്ധമന്ത്രമാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ മന്ത്രത്തെ നിത്യവും ഉപാസിക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായോ? ആ ഞാനാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതൊരു നിങ്ങൾക്ക് കിട്ടുന്നൊരു അനുഗ്രഹമായിട്ട് തന്നെ വിചാരിച്ചു ആ മന്ത്രം. എൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മന്ത്രത്തെ ഉപാസിക്കുന്ന ആളാണ്. എനിക്ക് വേറെ ചിന്തയൊന്നുമില്ല. ഞാൻ ആ ഈശ്വരനെ ലയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.